വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിദ്രാസ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മളവിടെ വണ്ടി പോകുന്നതിന്? അപ്പോൾ നമ്മൾ ഉൻസൂർ പോകുന്നതാണ്, വെറുതെ ഒന്ന് കറങ്ങാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് വണ്ടി ചപ്പുതാത്തയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ കൂടെ എൻ്റെ ഉപ്പാപ്പിയും ഉമ്മാമ്മയും ലൈബിയും ജയ്ഗും ചപ്പുതാത്തയും ഞാനും ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്നതാണ്. എനിക്ക് വണ്ടി കയറുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ ഞാൻ മുന്നിലാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെ ആയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാക്കും, എക്സൈറ്റഡ് പോകും. കുറച്ച് അങ്ങോട്ടെല്ലാം ഛർദ്ദിക്കാൻ പറ്റും, ക്ഷീണാവും, ഉറക്കം വരും, എന്തെല്ലാം ആവും കേട്ടോ. പോകാനുണ്ട്, രാത്രി ആവുന്ന തോന്നുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് തന്നെ എത്താൻ കുറച്ച് ലേറ്റ് ആയിനെ. മലപ്പുറം കത്തി അപ്പൊ ഗൈസ്, എനിക്ക് ഛർദ്ദിക്കാൻ വിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഓറഞ്ച് എല്ലാം വണ്ടിയിൽ നിന്ന് എടുത്ത് നിന്നുണ്ട്. ചപ്പത്താത്ത ഇറക്കുന്ന വരുമ്പോ ഓറഞ്ചും പഴം ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നു കേട്ടാ. ഗൈസ്, ഇതൊക്കെ നല്ല രസമല്ലേ വ്യൂ കാണാൻ? ഞാൻ നാട്ടിലുണ്ടായിട്ട് പോലും ഇങ്ങനത്തെ നല്ല വ്യൂ കണ്ടിട്ടില്ല കേട്ടാ. ഇതിന്റെ ബാക്കിൽ ഞാൻ ഫാമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ കണ്ടേ. അതിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ എന്താ പറയുക, വയലൊക്കെ ഞാൻ കണ്ടു കേട്ടാ. കണ്ടോ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ നമ്മളിത് ഇരുട്ടിയാണ് സ്ഥലം, ഞാൻ ഇരുട്ടിയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ. പിന്നെ ഞാൻ ഇവിടുത്തെ പള്ളിയെല്ലാം വലിയ പള്ളിയായിരുന്നു, ഞാൻ ആ ഇരുട്ടിലെ വലിയ പള്ളിയുണ്ട് കേട്ടാ. പിന്നെ ഇത് ഇരുട്ടിപ്പാലാണ്, ഇത് നമ്മൾ പുതിയ പാലത്തെ കൂടിയാണ് വരുന്നത് കേട്ടാ. ഇതുണ്ട്, നമ്മളെല്ലാം പുഴ നോക്കി ഇരിക്കുകയാണ്. പിന്നെ ഓറഞ്ചെല്ലാം തിന്നിട്ട് എൻ്റെ ഛർദിയെല്ലാം മാറില്ലേ, പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ കൂടി നിങ്ങൾ നോക്കണം ഗൈസ് എൻ്റെ മുഖം. പിന്നെ ഇവിടെയെല്ലാം ഭയങ്കര കുണ്ടും കുഴിയാണ്. ഇവിടെയെല്ലാം നല്ലോണം കുണ്ടും കുഴി ആയതുകൊണ്ട് നമ്മൾ കുറച്ചമ്മയോ കുറേ വണ്ടികൾ പൊടിയല്ലായിരുന്നു, അപ്പോൾ അതെല്ലാം പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചമ്മയുടെ നിന്ന് കേട്ടാ. ഇതുണ്ട, ഇവിടെയെല്ലാം മരമെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. ആ ഉമ്മാടെ വയ്ക്കുന്നത് ചൊരാണോന്ന്. രാത്രി എല്ലാം ആകുമ്പോഴത്തേക്ക് ഇത് ചൊരം പോലെ തന്നെ ഉണ്ടാവും. പിന്നെ ആണെങ്കിൽ നമ്മളിവിടെ പോകുമ്പോൾ തന്നെ നല്ല പൊടിയും എല്ലാം ഇവിടെ അടിക്കുന്നുണ്ടേനു കേട്ടോ. എന്തെല്ലാം മണം അടിക്കുന്നുണ്ടേനെ. എൻ്റെ കണ്ണിൽ അങ്ങനെ പൊടിയെല്ലാം കയറുന്നത്. അന്നേരം ഇതുണ്ട്, മരമെല്ലാം പൊട്ടി വീഴാനായ പോലെയാണ്. നമുക്ക് ചൊരമെല്ലാം കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, അതുപോലെ എനിക്ക് പേടിയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് റൈഡേഴ്സിനെല്ലാം കണ്ടിട്ടുണ്ട്. ഇതുണ്ടാ നല്ല അടിപൊളി റെഡ് കളർ കാർ എല്ലാം നമ്മൾ കണ്ട. റെഡ് കളർ കാർ കണ്ടാലോ ഈ പറയാം, റെഡ് കളർ കാർ കണ്ടാൽ നമുക്ക് ഇന്ന് മധുര പലഹാരം കിട്ടുമെന്ന്. ഇനി നമുക്ക് കുറേ പോകാനുണ്ട് കേട്ടോ, എത്താനൊന്നും ആയിട്ടില്ല. ഞാൻ ഉമ്മാട് എപ്പോൾ വണ്ടി കയറാതെ ചോദിക്കും, ഉമ്മ എത്തിയ എപ്പോൾ എത്തിയാന്നല്ല. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ചോദിച്ചു, ഉമ്മാറിന് എത്താനാകുമ്പോൾ എന്നോട് പറയാന്നേ. ഇതാണ് നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കുരങ്ങന്മാരെല്ലാം കണ്ട്. ഇപ്പം നമ്മൾ പഴം വാങ്ങിനേനും അതിന് പഴം ഇട്ട് കൊടുത്തേ. അമ്മ കുരങ്ങാണെങ്കിലോ ആ പഴം കുട്ടിയൊക്കെ കൊടുക്കാണ്ട് അമ്മ എന്നെ മൊത്തം എടുത്ത് തിന്നുന്നേ. ആ ഇന്നോവ കണ്ടിട്ട് ഞാൻ പറയാം അത് ഉപ്പാൻ്റെ ഇന്നോവയല്ലേ. പിന്നെ ഈ ഭാഗത്തെല്ലാം കുരങ്ങന് അധികം കുറവാണ്. കുറച്ച് ബാംഗ്ലൂർ അങ്ങ് ഉൻസൂർത്തെ ചുരയിൽ എത്താനാകുമ്പോൾ കുറേ കുരങ്ങനുണ്ടാകാന്ന് ആപ്പ പറഞ്ഞു കേട്ടാ. പിന്നെ ഞാൻ ആപ്പാന്ന് പറയുന്നത് എൻ്റെ ഉപ്പാപ്പാനെയാണ്. ഇതുണ്ട്, ഞാൻ ഉമ്മാണ്ട് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് ചൊരാണ് ഇതപ്പ കെയ്യാൻ. ഇത് ശരിക്കും ചൊരം പോലെ തന്നെ ഉണ്ട് കേട്ടാ, പൊളിഞ്ഞിട്ടല്ല. ഇത് റോഡ് പണി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ കല്ല് മണ്ണെല്ലാം അവിടെ സൈഡിലാക്കി വെച്ചിന് കേട്ടാ. മരങ്ങളെല്ലാം പൊട്ടിയിട്ട് ആ സൈഡിലാണ് അവർ ആക്കി വെച്ചതെന്ന് അവരെന്താ തന്നെയാന്ന് തോന്നുന്നു മരം മുറിച്ചിട്ടത്. ഇതാണ്ട, ലൈബി ആണെങ്കിൽ അതിലെ കൂടി എത്തി നോക്കുന്നുണ്ട്. ലൈബി തളർന്നിട്ടാട്ടോ ഉള്ള. ലൈബി അതിനടുക്ക് ജയ്ഗു എന്തെല്ലോ ആപ്പയും ലൈബിയും ജയ്ഗു അടിയെല്ലാം കഴിയുന്നുണ്ട്. ആപ്പാന ലൈബ എന്നുള്ള, ലൈബ ആപ്പാനെന്നുള്ള. ഗൈസ്, ആപ്പ വന്നാൽ പിന്നെ നമ്മൾ ഒരേ പുറത്തു പോക്കുക, ഒന്നും പിന്നെ പറയണ്ട. പുറത്തു പോകുകയെന്ന് പറഞ്ഞാൽ അതുപോലെ പുറത്ത് പോക്ക് തന്നെ. പിന്നെ ആപ്പ ക്ഷീണം പിടിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഏടിയും പോവില്ലേ. അപ്പൊ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. ആപ്പ ജയ്ഗുവിന് വേണ്ടാത്ത സാധനം വാങ്ങാൻ പറഞ്ഞാൽ ആപ്പ വാങ്ങിക്കൊടുക്കുക. ഉമ്മ ജയ്ഗുക്ക് അങ്ങനത്തെ സാധനം ഒന്നും വാങ്ങാൻ വിടൂല കേട്ടാ. ഇതണ്ട, ഞാൻ വിചാരിക്കുന്ന ആ ലോറി നമ്മൾ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. ലോറിയല്ല, നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നില്ലേ, ആ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന വണ്ടിൻ്റെ ബാക്ക് തന്നെയാണ് നമ്മൾ കുറേ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതണ്ട, ഇപ്പോൾ ഒരു കാറ് പോലെ
പോലും വരുന്നില്ല. ആകെ 1-2 കാർ എങ്ങാനേ ഉള്ളു. ഇവിടെ അധികം തിരക്കൊന്നുമില്ല കേട്ടാ. ട്രാഫിക് ഒന്നും അധികം കൂടുതലൊന്നുമില്ല. രാത്രി ഒരു മനുഷ്യന്മാര് പോലും ഇവിടെ ഉണ്ടാവില്ല എന്ന് തോന്നി. ഇവിടെ ഒരാളെ കാണുന്നില്ല. ഇവിടെ അടുത്ത് വീടൊന്നുമില്ല കേട്ടാ. എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും ഇത് ചൊര അതുകൊണ്ട വീടൊന്നും ഇല്ലാത്തേന്ന്. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കുരങ്ങന്മാര് പിന്നെയും കണ്ടേട്ടാ. ആ കുരങ്ങനാണെങ്കിൽ പഴത്തിന് വേണ്ടിയിട്ട് കാത്തിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ചാറ്റിയെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ കോമഡി എല്ലാം അതിനെ പറ്റി പറയുന്നുണ്ട്. അതാണെങ്കിൽ ഒരു നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ്ട് ഒരു കുരങ്ങനെ ഇങ്ങനെ നിന്നിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിലെ കൂടി തുള്ളു വിചാരിച്ചിട്ട് നമ്മൾ ഡോറിൻ്റെ ഗ്ലാസ് എല്ലാം പൊന്തിക്കാണ് കേട്ടോ. ആ കുരങ്ങൻ കണ്ട അങ്ങനെ പഴമൊക്കെ തിന്നിട്ട് അടിയിൽ ശേഖരിച്ച് വെക്കുവേ. ബാക്കി കുരങ്ങനെല്ലാം പഴം കൊടുത്ത കുരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ പഴം എടുത്തിട്ട് ആ കുരങ്ങന്മാർക്ക് കൊടുത്തേട്ടാ. ബാക്കി കുഞ്ഞു കുരങ്ങന്മാരെല്ലാം കിട്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേനു. ഇതിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ തിന്നുന്ന കാണാൻ. അപ്പം ആ സ്പോട്ടിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരുന്നു. നല്ല രസമുണ്ടോ കാണാൻ. ഇതണ്ട ഈ പുഴൻ്റെ മേലയിൽ കുറേ കുരങ്ങന്മാരിക്കുന്നുണ്ട് കണ്ട. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കുരങ്ങന്മാരാണ്. ഇതിനെല്ലാം കുറച്ചേ കിട്ടില്ല. ബാക്കി അമ്മ കുരങ്ങന്മാരെല്ലാം കുറേ എടുത്ത് കൊണ്ടുവന്ന്. ഞാൻ പറഞ്ഞില്ലേ അമ്മ കുരങ്ങന്മാർ കൊടുക്കാണ്ട് തിന്നുന്ന്. അതുപോലെയാണ് ഇപ്പം അമ്മ കുരങ്ങന്മാർ തിന്നുന്നത്. ആ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ പഴം തീർന്നു പോയി. നമ്മൾ പറഞ്ഞു പിന്നെ കൊണ്ടുതരാം കേട്ടോ നിങ്ങളിവിടെ തന്നെ ഉണ്ടാണ് എന്ന് പറഞ്ഞു കേട്ടാ. ഒരാളാണെങ്കിൽ ഫോട്ടോ എടുക്കുന്ന പോസിൽ നിന്നിട്ടുള്ളു. അപ്പം നമ്മൾ അതിനൊരു ഫോട്ടോ എടുത്തു കേട്ടാ. ഇതേട്ടാ കുരങ്ങന്മാരെ കൂട്ടിൽ നിന്നിട്ട് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അതിൻ്റെ ബേക്കിൽ പുഴയെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് അതിൻ്റെ ബേക്കിൽ കണ്ട നിങ്ങൾ പുഴയെല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇത് പുഴയാണോ കടലാണോ എനിക്ക് തിരിയുന്നില്ല കേട്ടാ. പച്ച കളർ പുഴ പോലെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഉമ്മാട് പറയുന്നുണ്ട് അത് ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച സ്ഥലമല്ലേ, ഇവിടുന്നല്ല നമ്മൾ കേക്ക് മുറിച്ചേന്ന്. അന്നേരം ഉമ്മ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാന്ന് ചോദിച്ച്. ഇവിടെ പിന്നെ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഉള്ളത്. വലിയ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ റൂമെല്ലാം എടുത്ത് നിൽക്കാനെല്ലാം പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ ദാഹിച്ചിട്ട് നമ്മൾ ഒരു വീടെ കയറിയിട്ട് കൊക്കക്കോളയാ പെപ്സിയാ അങ്ങനത്തെ വാങ്ങി കേട്ടാ. അങ്കുലൈബൊക്കെ ഓരോന്ന് വാങ്ങി നമ്മൾ എങ്ങനെയല്ലോ കുടിച്ച് തീർത്ത്. ജയിക്കുവാണെങ്കിൽ ഒരു കൊക്കക്കോള മൊത്തം തീർത്ത് കേട്ടാ. പിന്നെ ആപ്പാനോട് പച്ചവെള്ളത്തിന് പറഞ്ഞിട്ട് ആപ്പ തണുത്തവെള്ളം വാങ്ങിയിട്ട് വന്നിട്ട് പിന്നെയും പച്ചവെള്ളം പോയി വാങ്ങിയിട്ട് വന്നേട്ടാ. സോഡ ഉള്ളത് കുറച്ചേ ഡ്രസ്സിലാക്കല്ലേ. പിന്നെ നമുക്ക് 2 എണ്ണം വാങ്ങിയിട്ട് ഒന്ന് നമുക്ക് വേണ്ടാത്ത അവർക്ക് തിരിച്ചു തന്നെ കൊടുത്തേട്ടാ. നമുക്ക് ഒന്നെന്നെ കുടിക്കാൻ പറ്റുന്നില്ലേ. ഞാനും ലൈബിയും ഉമ്മാക്ക ചപ്പത്താക്ക ആർക്കെങ്കിലും വേണം ചോദിച്ചിട്ട് അവരെല്ലാം വേണ്ട പറയുന്നത്. പിന്നെ നമ്മൾ ആടുന്ന് അരിയുണ്ട വെള്ള കളർ അരിയുണ്ടെല്ലാം ഉണ്ട്. നമ്മൾ വെള്ള കളർ അരിയുണ്ട പണ്ടങ്ങനെ തിന്ന. പിന്നെ ഞാൻ തിന്നിട്ട് നോക്കിയിട്ടില്ലേ. നമുക്ക് ഈ അരിയുണ്ട വീടുന്നൊന്നും വേണ്ട അവിടെ നിങ്ങൾ വാങ്ങി ഞാൻ തിന്ന്. അതുപോലെ ഞാൻ 2 ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ബ്രൗൺ കളറ് അരിയുണ്ടയാണ്. മറ്റേ പേര് അരിയുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ചെയ്യും അത് എന്തൊക്കെ മുട്ടായ വിചാരിച്ചിട്ട് തുറക്കത്തിനോട് തിന്നോക്കുന്നതാന്ന് തോന്നുന്നു കേട്ടാ. ഓനിക്ക് ഇഷ്ടമല്ല അരിയുണ്ട്. ഓനിക്ക് അങ്ങനത്തെ സാധനം ഒന്നും ഇഷ്ടമല്ല. ഓനിക്ക് ഹെൽത്തി ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഓനിക്ക് മുട്ടായി പെപ്സി കൊക്കക്കോള അങ്ങനത്തെ അല്ലേ ഓനിക്ക് ഇഷ്ടമുള്ളൂ. ഇതാണ്ടാ ഓന് പൊളിക്കാൻ കണ്ടിട്ട് ഭയം ഉണ്ടാണ് കേട്ടോ പൊളിക്കുന്നത്. എനിക്ക് വൈറ്റ് ഉമ്മാൻ്റെ കൈവന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ബ്രൗൺ തന്നെ വാങ്ങി ടേസ്റ്റ് ചെയ്തൊക്കെ. അപ്പോൾ ഞാൻ ബ്രൗൺ പകുതിയോളം നിന്ന് ബാക്കി ഞാൻ ചപ്പത്തൊക്കെ കൊടുത്തു കേട്ടാ. ലൈബ 2 ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ലൈബക്ക് 2 ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഓക്കൊരു താല്പര്യത്തിൽ ഇഷ്ടപ്പെട്ടത് വൈറ്റാണ്. ഓള് അതുകൊണ്ട് വൈറ്റ് എടുത്ത്. ഇതുണ്ട് ഞാനൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് തിന്നുന്നത്. എനിക്ക് സൈഗുവിൻ്റെ അടുത്തു നിന്നുള്ള വൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. പിന്നെ സൈഗും വൈറ്റാണ് വെച്ചിട്ട് ബ്രൗൺ നിന്ന്. സൈഗുക്കും വൈറ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നട്ടാ. ചപ്പത്തത്തെ മൊത്തം തിന്നാൻ പറ്റുമോ പേടിയായിട്ട് മൊത്തം തിന്ന് കൊടുത്തേ. ലൈബ പിന്നെയും മാറ്റിയിട്ട് വൈറ്റ് തന്നെ എടുത്തെന്ന് തോന്നുന്നു. ഓൾ ആദ്യം ബ്രൗൺ എടുത്ത് പിന്നെയും വൈറ്റ് എടുത്ത്. ഇതാണ് നമ്മൾ എത്താനായി ഏട്ടാടാ. 12 മണിയെല്ലാം ആയിനാടെ എത്താൻ. നമ്മൾ രാവിലെ വിട്ടു കേട്ടാ.
എത്തിയോ നമ്മൾ 2-3 മണിയെല്ലാം ആയിന് കേട്ടോ. എത്തുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. പക്ഷെ ഇതാണ്ട ഉൻസൂർ 3 മണിയെല്ലാം ആയ പോലെ ഇല്ല, രാവിലെ പോലെ ആയതാണുള്ള കേട്ടോ. പിന്നെ ഉൻസൂർ എല്ലാവരും വീട്ടിലെ എല്ലാവർക്കും നല്ല അടിപൊളി ചെടിയെല്ലാം അവർ കുഴിച്ച് അവർ തന്നെ വളർത്തുന്ന കേട്ടോ. നല്ല രസമുണ്ട് അതെല്ലാം കാണാൻ. ഫാമേഴ്സിൽ കുഴിച്ചിട്ടില്ല, അതുപോലെ നല്ല രസമുണ്ട് കാണാൻ. ഈ ലോകത്ത് ഉൻസൂറാന്ന് തോന്നുന്നു കുറേ ചെടികളെല്ലാം ആൾക്കാർ നടുന്നത്. ആടുത്തെ പച്ചപ്പെല്ലാം കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ മുന്നൊന്ന് മാറി വേക്കിലിരുന്ന് ജൈകുക്ക് ഇരിക്കണം പറഞ്ഞിട്ട് ഓന് ഒച്ചപ്പാടാക്കി. പിന്നെ ഓൻ തന്നെ മുന്നിലിരുന്നു. ഞാൻ പെപ്സി വാങ്ങാൻ പോയാരോ കൊക്കക്കോള വാങ്ങാൻ പോയാരോ ഓൻ മുന്നിൽ പോയിരുന്നു കേട്ടാ. ഇതാണ്ട ഉൻസൂറത്തിൽ ഭയങ്കര തിരക്കായേ. ഇതാണ്ട ഇപ്പം അവിടെ എത്താൻ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, ഛർദ്ദിക്കാൻ മുട്ടുന്നു ഒന്നും തോന്നില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമുള്ളൂ കേട്ടോ. പിന്നെ നമ്മളവിടെ സൈഡിലിരുത്തിട്ട് ഫ്രൂട്ട്സ് വാങ്ങിയ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഉപ്പും മുളകെല്ലാം ആക്കിയിട്ട് ഫ്രൂട്ട്സ് ഒന്നുമില്ല, അതുപോലെ കുത്തി തിന്നാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചവക്കാൻ വണ്ടിയിൽ നിന്ന് വെറുതെ ഒന്ന് ചവച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചവച്ചങ്ങ് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പഴവും പിന്നെ പൈനാപ്പിളും കർമൂസും വാട്ടർമെലൺ ഉണ്ടായിരുന്നു. വാട്ടർമെലൺ നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം കർമൂസിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പൈനാപ്പിളിന് കുറച്ച് പുളിയുണ്ട്. പിന്നെ കർമൂസിൻ്റെ ബേക്ക് ഉണ്ടല്ലോ അതാണ് എനിക്ക് കൂടുതൽ കിട്ടിയത്. ലൈവ് ഉപ്പും മുളകും ഇട്ടിട്ട് ഞാൻ ഉപ്പും മുളകും ഇട്ട് അതുകൊണ്ടൊക്കെ അധികം ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഒരു വെറൈറ്റി പിടിക്കാൻ വിചാരിച്ച് പിന്നെ ആ ലൈബൻ്റെ അടുത്ത് നിന്ന് തട്ടി വാങ്ങിയിട്ട് എൻ്റെ ഞാൻ ലൈബ് കൊടുത്ത്. ഞാൻ വലിയ ആളെ പോലെ 3 കുത്തി തിന്നെയാണ്. എനിക്ക് പൈനാപ്പിൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. 3 ഞാൻ കുത്തി തിന്നെയാണ്, എൻ്റെ വായിൽ കൊള്ളുന്നില്ല. പിന്നെ അങ്ങനെ തന്നെ കടിച്ചങ്ങ് തിന്ന്. ബനാന പിന്നെയും കുഴപ്പമില്ലേനു, മധുരം ചെറിയൊരു മധുരം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കർമൂസും പിന്നെ വാട്ടർമെലണുമാണ്. ലൈബ എല്ലാവർക്കും കൊടുത്ത് തിന്ന്. ഞാൻ കൊടുത്തവരെ ആർക്കും എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടില്ല, എരിവും ഉപ്പും ഇട്ടാത്തതുകൊണ്ട്. പിന്നെ ലൈബൻ്റെ ആണ് എല്ലാവരും കൂടുതൽ തിന്നത്. പിന്നെ ഞാൻ കുത്തി പ്ലേറ്റിൻ്റെ അടി വരെ കുത്തിപ്പോയി. അതുകൊണ്ട് വാട്ടർമെലൻ്റെ വെള്ളം മൊത്തം നിലത്ത് മറിഞ്ഞു പോയി കേട്ടോ. ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ടൊന്ന് തീർക്കാമെന്ന് വിചാരിക്കും. ഞാനൊന്ന് കർമൂസാണ് തിന്നുന്നത് കേട്ടോ കുത്തിയിട്ട്. പിന്നെ ജൈഗും കുറച്ച് തിന്ന്. ജൈഗുക്ക് ഉപ്പും മുളകും ഇഷ്ടമാണ്, എൻ്റെ ജൈഗുന്ന് കേട്ടോ. മൊത്തം തിന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ഫ്രൂട്ട്സ് മൊത്തം തിന്ന് ഇഷ്ടമൊന്നുമില്ല, ഓനക്കും ഇഷ്ടമല്ല. ഓനിക്ക് പൊതുവേ ഫ്രൂട്ട്സ് ഇഷ്ടമല്ല, എനക്കും അധികം ഇഷ്ടമല്ല. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ആണെങ്കിൽ നോക്കി തിന്നും. ഇതാണ്ട എപ്പോൾ നാട്ടിൽ വരുമ്പോൾ പച്ചക്കറിയെല്ലാം കുറേ വാങ്ങുക. അപ്പോൾ അന്നേരം ഞാൻ അറിയുന്നു വീടുന്നാന്ന് തോന്നുന്നു പച്ചക്കറിയെല്ലാം വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയമാട് പച്ചക്കറി പീടികയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ തക്കാളി വാങ്ങാനൊരു സ്ഥലം, കുക്കുംബർ വാങ്ങാനൊരു സ്ഥലം, പിന്നെ പഴം വാങ്ങാനൊരു സ്ഥലം, പോമഗ്രാനൈറ്റ് വാങ്ങാനൊരു സ്ഥലം, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ സ്ഥലം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളെ സിനിമ പേരെല്ലാം പറഞ്ഞ് കളിക്കാണ്. അപ്പോൾ ഉമ്മയും ഉണ്ട് കേട്ടോ, നമ്മളിവരൊക്കെ കൈ പിടിച്ച് നടക്കുന്നുണ്ടേനു. അപ്പം ഈ വീട് മൊത്തം കണ്ടിട്ട് കേട്ടോ നിങ്ങൾ പോകാം, സ്കിപ്പ് ചെയ്ത് കറിയണം, സ്ക്രോൾ ചെയ്ത് പോകല്ല കേട്ടോ. അടിപൊളി വീടാണ്, എല്ലാവരും കണ്ടിട്ടേ പോകാവൂ. അപ്പം ഇതാണ്ട പച്ചമുളകിൻ്റെ പേരും തന്നെയാണ് ചുവന്ന മുളകും ആക്കുന്നത്. അപ്പോൾ ചുവന്ന മുളകെല്ലാം അവർ കവറിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പച്ചമുളകേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ലൈബക്കും ജയിക്കെല്ലാം മുട്ടായി തന്ന്. ഞങ്ങൾക്ക് അധികം ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിന്ന് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയുമെന്ന്. ഞാൻ കൂടുതൽ അവിടെ നിന്നിട്ടില്ല, എനിക്ക് ഒരേ ഹിന്ദി ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുങ്ങി വന്ന് ആരും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരും കണ്ടില്ലല്ലോ അല്ലേ. പിന്നെ അവിടെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നാരങ്ങയെല്ലാം മുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്യാരറ്റ് നമ്മൾ വെള്ളക്കുപ്പി കൊണ്ടുപോയിന്, വെള്ളം നിറച്ചിട്ട് കൊണ്ടുവന്നില്ല, കൊണ്ടുപോയിന്. അതിനാൾ ക്യാരറ്റ് കഴുകി പതി തിന്നു. അവിടെ കേപ്പൊക്കെ എല്ലാം ചതഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ വേറെ കേപ്പൊക്കെ വിൽക്കുന്നൊന്നും കണ്ടില്ല, അവിടെ നേരത്തെ കുറേ ചതഞ്ഞിട്ടുണ്ടായിരുന്നു. ചതഞ്ഞാൽ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് കണ്ട, ഫ്രൂട്ട്സെല്ലാം ഞാൻ പറഞ്ഞില്ല, പോമഗ്രാനറ്റും പൈനാപ്പിളും ബനാനയും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ബനാനക്ക് നല്ല മധുരമാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയാ ആശീർവാദ് ഗ്രാൻഡ് പൂർ വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. എന്തിനാ അവിടെ വെജ് കൊടുത്തത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കൂടുതലുള്ള വെജാണെന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ചോറൊക്കെയാണ് വാങ്ങിയത്. അവിടെ ഊണ് പോലത്തെ സംഭവമുണ്ട്, പക്ഷേങ്കിൽ നാട്ടിലത്തെ അത്ര ടേസ്റ്റ് ഇല്ല അവിടുത്തെ ചോറിന്. അതായത് ഊണെന്ന് അവർ നെയ്ച്ചോറ് പോലത്തെ ചോറാണ്.
എടുക്കാം. പക്ഷെ എനിക്ക് അവിടുത്തെ ഫുഡ് അധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടുത്തെ മസാല ദോശ പറയണ്ട, കിഡില്ല, അടിപൊളിയാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, പപ്പടമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോറങ്ങ് വെച്ച് ആ മസാല ദോശയിൽ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു വായി തിന്ന് ലൈവ് വന്നിട്ട് പിന്നെ ഞാൻ തിന്നിട്ടില്ല.